നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സമ്പാളൂരാണ്. എൻ്റെ പുറകിലേക്ക് കാണുന്നത് ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ചാലക്കുടി പുഴയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലനായ ഫ്രാൻസിസ് സേവ്യർ സമ്പാളൂർ മണ്ണിൽ വന്നിറങ്ങിയത്, അതും 3 വട്ടം വന്നിറങ്ങിയത് ഈ ചാലക്കുടി പുഴയിലൂടെ പായ്വഞ്ചിയിലാണ്. അത്തരത്തിൽ ഈ സമ്പാളൂരിന് വളരെയധികം ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. സമ്പാളൂർ ദേവാലയത്തിനുണ്ട്. ഈ സമ്പാളൂർ എന്ന് പറയുന്ന പേരിന് പോലും ക്രൈസ്തവ പ്രാധാന്യമുണ്ട്. കാരണം സാൻ പോൾ, വിശുദ്ധ പൗലോസിൻ്റെ ഊർ, സാൻ പോൾ ഊർ പിന്നീട് സമ്പാളൂർ ആയി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു ദേവാലയത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയൊരു ചരിത്രവും ഈ ദേവാലയത്തിനുണ്ട്. 2 വിശുദ്ധർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും അതോടൊപ്പം തന്നെ വിശുദ്ധ ജോൺ ബ്രിട്ടോയും കാലുകുത്തിയ മണ്ണ്, ബലിയർപ്പിച്ച മണ്ണ്, പ്രാർത്ഥിച്ച മണ്ണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പുണ്യാത്മാക്കളായി നമ്മൾ കരുതുന്ന വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയരാൻ പോകുന്ന തമിഴ്നാടിൻ്റെ എഴുത്തച്ഛനായ ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കിയും അതോടൊപ്പം തന്നെ നമുക്കെല്ലാവരും പൂജ്യമായി കരുതുന്ന പുത്തൻപാന എഴുതിയ അർണോസ് പാതിരിയുമെല്ലാം ഈ ഒരു മണ്ണിലാണ് ജീവിച്ചതും സേവനം ചെയ്തതുമെല്ലാം. ഈ ഒരു ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക്, ആ ദേവാലയത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് നമുക്കൊന്ന് പോകാം. അങ്ങനെ കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ സമ്പാളൂർ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഇത്രയധികം സമ്പന്നമായ ഒരു ചരിത്രം മറ്റൊരു ദേവാലയത്തിനുണ്ടോ എന്നത് സംശയമാണ്. 1663 ഡച്ചുകാർ കൊച്ചി കീഴടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസിൽ നിന്ന് വന്ന ജസ്യൂട്ട് വൈദികർ, ഡച്ചുകാർ പ്രൊട്ടസ്റ്റൻ്റുകാരാണ്. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് മാറി ഇവിടെ സമ്പാളൂർക്ക് വരികയായിരുന്നു. പിന്നീട് കൊച്ചിയിൽ നിന്ന് ഈ ജസ്യൂട്ട് വൈദികർ സമ്പാളൂർ തങ്ങളുടെ ആസ്ഥാനമായി മാറ്റി. ഈ സമ്പാളൂർ എന്ന് പറയുന്ന ഒരു പേര് വന്നതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. അന്ന് ജസ്യൂട്ടുകാർ ഇവിടെ വന്ന് സ്ഥാപിച്ചത് സെയിൻറ്റ് പോൾ സെമിനാരി, സെയിൻറ്റ് പോൾ ആശ്രമവും അതുപോലെ തന്നെ ദേവാലയവുമായിരുന്നു. അതുകൊണ്ട് തന്നെ സാൻ പോൾ, ആ ഒരു പേര് സാൻ പോൾ ഊർ എന്നായി. അത് പിന്നീട് ലോപിച്ച് സമ്പാളൂർ എന്നായി. അങ്ങനെയാണ് ഈ ഒരു മണ്ണിന് സമ്പാളൂർ എന്ന പേര് വന്നത്. അത്തരത്തിൽ 1663 മുതൽ ജസ്യൂട്ടുകാർ ഇവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നു. അന്ന് വന്നതാണ് ഫ്രാൻസിസ് സേവ്യർ 3 വട്ടം ഇവിടെ വന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ ജോൺ ബ്രിട്ടോ ഇവിടെ സേവനം ചെയ്തു. വിശുദ്ധ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കി, അർണോസ് പാതിരി, ഇവരെല്ലാം ചരിത്രത്തിലൂടെയാണ് ഈ ഒരു സമ്പാളൂർ ദേവാലയത്തിൻ്റെ ചരിത്രം പോകുന്നത്. അത് നമുക്കൊന്ന് കാണാം. സ്നേഹമുള്ളവരെ, കോട്ടപ്പുറം രൂപതയിലെ ചരിത്രപ്രസിദ്ധമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളായിരിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഫ്രാൻസിസ് സേവ്യറിൻ്റെ വലതുകൈയുടെ എല്ലിൻ്റെ ഭാഗം ഉൾക്കൊള്ളുന്ന തിരുശേഷിപ്പിൻ്റെ സമീപത്താണ്. ഈ ദേവാലയത്തിൽ ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രാൻസിസ് സേവ്യർ 3 പ്രാവശ്യം ഈ സമ്പാളൂർ പുണ്യഭൂമിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം വിശുദ്ധാത്മാക്കളെ ഇവിടെയുള്ള ശിംതേരിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കി എന്ന് പറയുന്ന വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹത് വ്യക്തിത്വത്തെ ഈ ശിംതേരിയിലാണ് അടക്കം. അദ്ദേഹത്തിൻ്റെ ടൂമ്പ് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സെൻറ്റ് പോൾ സെമിനാരിയും സെൻറ്റ് പോൾ ആശ്രമവും സെൻറ്റ് പോൾ പ്രസ്സും ഉണ്ടായിരുന്നു. ആ സെൻറ്റ് പോൾ ആശ്രമത്തിൽ പഠിച്ച വ്യക്തിത്വങ്ങളാണ് ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കിയും അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം
അറിയപ്പെടുന്ന പുത്തമ്പാന എന്ന ആ വിശുദ്ധ ഗ്രന്ഥം എഴുതിയിട്ടുള്ള അർണോസ് പാതിരിയുമെല്ലാം പഠിച്ചത് ഇവിടെയുള്ള സെമിനാരിയിലാണ്. ഇവിടെയുള്ള ഈ ദേവാലയത്തിൽ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സാന്നിധ്യം വർഷങ്ങളായി ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഡിസംബർ മാസമാണ് തിരുനാൾ ആഘോഷിക്കുക. സമ്പാളൂർ ഈ പുണ്യഭൂമി കേരളത്തിൽ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥലമാണ്. ഇവിടെയാണ് രണ്ടാമത്തെ പ്രസ് ആരംഭിച്ചതും ആ അച്ചടി പ്രസ്സിലൂടെ തമിഴ് ഭാഷയിലും മലയാളം ഭാഷയിലുമെല്ലാം ധാരാളം സാഹിത്യവും അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ ജീവചരിത്രമെല്ലാം രചിക്കപ്പെട്ട അച്ചടിച്ച് എല്ലാവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ച വളരെ ചരിത്ര പ്രാധാന്യമായ പ്രസ് ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സെമിനാരിയിൽ പഠിപ്പിച്ച പ്രൊഫസറായിരുന്നു വിശുദ്ധ ജോൺ ബ്രിട്ടോ. അദ്ദേഹം ബലിയർപ്പിച്ച ബലിവേദിയുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുക വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും വിശുദ്ധ ജോൺ ബ്രിട്ടോയും അതോടൊപ്പം ഒത്തിരി വിശുദ്ധന്മാരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇത്ര പ്രാധാന്യമേറിയ മറ്റൊരു സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ധാരാളം അനുഗ്രഹങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വഴി ലഭിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ 2 വിശുദ്ധരുടെ പാദസ്പർശം ഏറ്റിട്ടുണ്ട്. ഫ്രാൻസിസ് സേവ്യറിന് ശേഷം പിന്നീട് വിശുദ്ധ ജോൺ ബ്രിട്ടോ, അദ്ദേഹം ഈ ഒരു മണ്ണിൽ താമസിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സെൻറ്റ് പോൾ സെമിനാരിയിൽ പഠിപ്പിച്ച് അദ്ദേഹം ബലിയർപ്പിച്ച ബലിപീഠമാണ് എൻ്റെ പിന്നിൽ ഇവിടെ കാണുന്നത്. വിശുദ്ധ ജോൺ ബ്രിട്ടോ അദ്ദേഹം ഈ ഒരു ബലിപീഠത്തിൽ, പള്ളിയോട് ചേർന്നുള്ള ഈ ഒരു ബലിപീഠത്തിൽ ബലി അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു. അത് തമിഴ്നാട്ടിലുള്ള ഓരിയൂരിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നത്. അവിടെ നിന്നുള്ള ആ ഒരു ചുമന്ന മണ്ണ് ഇപ്പോൾ ഈ കാണുന്ന ഈ രൂപത്തിന് താഴെ വിരിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 1647 ലിസ്ബണിലാണ് മാർച്ച് 1 അദ്ദേഹം ജനിക്കുന്നത്. അതിനുശേഷം 1673-74 കാലഘട്ടത്തിൽ സമ്പാളൂർ ആശ്രമത്തിൽ അദ്ദേഹം താമസിച്ചു, ഇവിടെ സേവനം ചെയ്തു. തുടർന്ന് 1693 ഫെബ്രുവരി 4 തീയതിയാണ് തമിഴ്നാട്ടിലെ ഓരിയൂരിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നത്. 1600കളിൽ പണിത ആ ഒരു പഴയ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ ഒരു മുകൾ ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് നിർമ്മിച്ച ആ ഒരു ഭാഗം ഇപ്പോഴും ഇവിടെ ഒരു ചരിത്ര സ്മാരകമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ വരുമ്പോൾ കാണാം അന്ന് ബലിയർപ്പിച്ച ഒരു അൾത്താരയുടെ എനിക്കൊന്ന് രൂപക്കൂട്, ഇവിടെ നമുക്ക് അതിൻ്റെ ഉള്ളൊരു ഭാഗം കാണാം, രൂപക്കൂട്. ഒപ്പം ഈ ഒരു ചെത്ത് കല്ലിൽ തന്നെ നിർമ്മിച്ച, ചെളി കൊണ്ട് ചെത്ത് കല്ലിൽ നിർമ്മിച്ച ആ ഒരു ദേവാലയത്തിൻ്റെ അൾത്താര. ഇതിൻ്റെ ദേവാലയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു ഭൂമിക്കടിയിലായിട്ട് നമുക്ക് കാണാം. ഇതൊരു സിംതേരിയുടെ അടുത്തും കൂടിയാണ്. ഇതിന് താഴെയാണ് ഒരുപാട് പേരെ അടക്കിയിട്ടുള്ളത്. അതായത് ഒരുപാട് പുണ്യാത്മാക്കൾ കത്തോലിക്ക സഭയിൽ ജസ്യൂട്ട് വൈദികരായിട്ട് അന്നത്തെ കാലത്ത് 1600കളിൽ ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് സേവനം ചെയ്ത ഒരുപാട് വിശുദ്ധാത്മാക്കളെ അടക്കിയ കല്ലറകൾ ഈ ഒരു ഭൂമിയുടെ അടിയിൽ നിന്ന് പിന്നീട് കുഴിച്ചെടുക്കുകയുണ്ടായി. അതിന് താഴെ തന്നെ നമുക്ക് ഈ ഒരു ദേവാലയത്തിൻ്റെ അടിഭാഗം, അൾത്താരയുടെ അടിഭാഗം കൂടി നമുക്ക്, ദേവാലയത്തിൻ്റെ അടിഭാഗം കയറുന്ന സ്റ്റെപ്പ് ഒക്കെ നമുക്ക് ഈ ഒരു ഭൂമിയുടെ അടിയിലായിട്ട്, അണ്ടർഗ്രൗണ്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോകാം. സമ്പാളൂർ എന്ന ഈ പുണ്യഭൂമിയിലെ ചരിത്രത്തിലെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും വിശുദ്ധ ജോൺ ബ്രിട്ടോയും അതുപോലെ തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ പോകുന്ന
ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കിയും മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട പുത്തൻപാന രചിച്ച അർണോസ് പാതിരിയുമെല്ലാം ഈ ഒരു പ്രദേശത്താണ് ജീവിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും സേവനം ചെയ്തിരുന്നെല്ലാം. ആ സമയത്തെ ഇവിടുത്തെ സെമിനാരിയുടെയും ആശ്രമത്തിൻ്റെയും ദേവാലയത്തിൻ്റെ എല്ലാം ശേഷിപ്പുകൾ ഭൂമിക്ക് അടിയിലായിട്ട് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്ന ശേഷിപ്പുകൾ പണ്ടത്തെ ഇവിടുത്തെ ആശ്രമത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും സെമിനാരിയുടെയും എല്ലാം അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കല്ലിൽ നിർമ്മിച്ച ആ ഒരു ദേവാലയവും സെമിനാരിയും ആശ്രമവുമെല്ലാം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇത് നശിപ്പിക്കുകയായിരുന്നു. ഈ ചരിത്രഭൂമിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പിന്നീട് ഇവിടെ ഖനനം ചെയ്തുകൊണ്ടാണ് ഈ ചരിത്ര ശേഷിപ്പുകൾ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് പിന്നീട് കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കി, ജസ്യൂട്ട് വൈദികൻ. അദ്ദേഹത്തിൻ്റെ കല്ലറയാണ് ഇവിടെ കാണുന്നത്. അത് മൂടിപ്പോയി പിന്നീട് നമ്മൾ അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെതായ ചില എല്ലുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇതുപോലെ കെട്ടിക്കൊണ്ട് ഒരു കല്ലറ പോലെ കെട്ടി ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൻ്റെ എഴുത്തച്ഛൻ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വീരമാമുനിവർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കി എന്ന്. അദ്ദേഹത്തെ സഭ ഒരു വിശുദ്ധയുടെ പദവിയിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കും. അത്തരത്തിൽ 2 വിശുദ്ധരുടെ പാദസ്പർശനമേറ്റ ഈ സമ്പാളൂർ മണ്ണിൻ്റെ ചരിത്ര പ്രാധാന്യം വീണ്ടും ഉയരുകയാണ് ഇപ്പോൾ ഫാദർ ജോസഫ് ബസ്കി അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കിയ ഈ ഒരു കല്ലറ ഈ ഒരു ദേവാലയത്തിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുമ്പോൾ. അദ്ദേഹം 1747 മരിക്കുന്നത്. തൻ്റെ 67ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. തുടർന്ന് നമുക്ക് ഈ ഒരു ഭൂമിയിൽ, ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ടാണ്, ഇപ്പോൾ നിലവിലുള്ള ഭൂമിയുടെ താഴേക്കാണ്, അവിടെ നമുക്ക് കാണാൻ സാധിക്കും പണ്ടുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും എല്ലാം ആ ഒരു ഭിത്തി ഇവിടെ കാണാൻ സാധിക്കും. അന്നത്തെ ആ ഒരു വെട്ടുകല്ലിൽ തീർത്ത ഭിത്തികൾ, തൂണുകൾ, ഇതെല്ലാം നമുക്ക് ആ ഒരു ചരിത്ര പ്രാധാന്യം ഇന്നും ഇവിടെ വിളിച്ച് പറയാൻ, നമുക്ക് ആ ഒരു ചരിത്രം പ്രാധാന്യത്തെ മനസ്സിലാക്കി തരാൻ ഇന്നും ഇവിടെ ഈ ഒരു ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആയിരത്തി 1600കളിൽ പണിത ഈ സമ്പാളൂരിലെ ആദ്യ ദേവാലയത്തിൻ്റെ ചരിത്രശേഷിപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ദേവാലയത്തിൻ്റെ മുഖവാരം അല്ലെങ്കിൽ ആ ഒരു കവാടത്തിന് മുമ്പിലുള്ള ഒരു ഭാഗം എന്ന് നമുക്കൊരു പക്ഷേ ഇതിനെ വിളിക്കാം. നമുക്ക് അവിടേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ ഒരു കവാടം, കൃത്യമായി ഒരു കവാടവും ഒപ്പം ഒരു സ്റ്റെപ്പും 2 തൂണും അന്ന് നിർമ്മിച്ചിരുന്ന ആ ഒരു തൂണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ വിശുദ്ധ ജോൺ ബ്രിട്ടോ ബലിയർപ്പിച്ച ആ ഒരു അൾത്താര ഇതിൻ്റെ പുറകിലായിട്ടാണ് കൃത്യം വരുന്നത്. അത്തരത്തിൽ ആ ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് ഈ ഒരു വഴിയിലൂടെ ആണ് എന്നതാണ് നമുക്ക് ഇവിടത്തെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു ചരിത്ര ശേഷിപ്പ് ഇന്നും പറയുന്ന ആ ഒരു വസ്തുത ഈ ഒരു ഭൂമിയുടെ പ്രാധാന്യമാണ്. 2 വിശുദ്ധർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അതുപോലെ തന്നെ വിശുദ്ധ ജോൺ ബ്രിട്ടോ ഈ ദേവാലയത്തിലെത്തി ബലി അർപ്പിച്ചിരുന്നു. വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന നാമകരണ നടപടികളിലേക്ക് ആരംഭിക്കാൻ പോകുന്ന ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കി, അതോടൊപ്പം തന്നെ അർണോസ് പാദ്രി, ഇവരെല്ലാം പ്രാർത്ഥനയിൽ ഉയർന്നിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് ഒക്കെ ഈ ഒരു ദേവാലയത്തിൽ വെച്ചാണ്. പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദേവാലയവും ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം നശിപ്പിക്കപ്പെട്ടു, മണ്ണ് വന്ന് മൂടി, ഇതെല്ലാം ഭൂമിക്കടിയിലായി. അതിനുശേഷമാണ് വീണ്ടും ഇത് ഖനനം ചെയ്ത് ഈ ചരിത്രശേഷിപ്പുകൾ ഇന്നിവിടെ ഈ കാണുന്ന രീതിയിലേക്ക് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ഫ്രാൻസിസ് സേവ്യർ 3 തവണ കാലുകുത്തിയ മണ്ണ് എന്നതാണ്. 1600കളിൽ ജസ്യൂട്ട് വൈദികർ ഇവിടെ വന്ന് ദേവാലയവും സെമിനാരിയും പണിയുന്നതിന് മുമ്പേ ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്നിരുന്നു. അത്തരത്തിൽ ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്ന് ഒരുപാട് പേർക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നു.
അന്ന് 1500-കളിൽ ഫ്രാൻസിസ് സേവ്യറുടെ വന്ന് ജ്ഞാനസ്നാനം നൽകിയ ഒരു കിണർ, ആ കിണർ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് അത് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് കണ്ടെത്തി. ആ കിണർ ഇപ്പം നിലവിലുള്ള ദേവാലയത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ താഴെ ആ ഒരു കിണറുണ്ട്. ആ കിണറിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കിണർ കണ്ടെത്തിയ രീതി എങ്ങനെയായിരുന്നു, ഈ ദേവാലയത്തിൽ ഈ കിണർ കണ്ടെത്തിയത് എന്നതെല്ലാം നമ്മളോടിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ദേവാലയത്തിൻ്റെ കൈക്കാരൻ കൂടിയായ ആഷ്ലി ആ ചേട്ടൻ നമ്മളോട് പങ്കുവെക്കുകയാണ്. എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം 1500-കളിൽ ഉണ്ടായിരുന്ന ഒരു കിണറാണ്. ഫ്രാൻസിസ് സേവ്യർ ഇവിടെ നിന്ന് ഇവിടെയുള്ള വിശ്വാസികൾക്ക് ജ്ഞാനസ്നാനം നൽകിയിട്ടുണ്ട്. പിന്നീട് ടിപ്പുവിന്റെ കാലത്താണ് ഈ കിണറും ഈ ഒരു ദേവാലയവും എല്ലാം മൂടിപ്പോകുന്നത്. അതിന് മുകളിൽ മറ്റൊരു ദേവാലയം വന്നു അല്ലേ? ആ സമയത്തൊന്നും നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഇങ്ങനെ ഒരു കിണർ ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞു കേട്ടിരുന്നു. ഞങ്ങളുടെ കാരണവന്മാർ മുമ്പേ ഇവിടുത്തെ പ്രായമായവരെല്ലാം പറഞ്ഞ്, ഞങ്ങളുടെ വികാരിയച്ഛന്മാർ വരെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഇതും ഇവിടുത്തെ പഴയ ജസ്യൂട്ട് മിഷണറിമാരുടെ പല വസ്തുക്കളും അതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു പഴമൊഴി ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ആ കിണർ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് നോക്കിയിരുന്നു. ഞങ്ങൾ പലപ്പോഴും പല ഇത് വെച്ചിട്ട് ഞങ്ങൾ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്കൂട്ടൽ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് അത് റിസ്ക് എടുക്കാൻ അന്നേരം ഒരു ചെറിയ ഭയമായിരുന്നു. കാരണം പള്ളിയുടെ അടുത്ത് എവിടെയായിരിക്കും കിണർ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അന്ന് ഇവിടെ വേറൊരു പള്ളി പണിതിട്ടുണ്ടായിരുന്നു. വേറൊരു പള്ളി ഇതിന്റെ ഈ കിണറിന്റെ തൊട്ട് കിഴക്കേ വശത്തായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ ഉള്ളിലായിരുന്നു ഈ കിണർ വന്നിരുന്നത്. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും സെമിനാർ കണ്ടെത്തിയ സമയത്ത് കിണർ കണ്ടില്ലായിരുന്നു. ഇല്ല, കണ്ടില്ല. നിങ്ങൾ ആ സമയത്തൊക്കെ നോക്കിയായിരുന്നു ഒരുപാട്? അന്നേരം ഈ വരാപ്പുഴ അതിരൂപതയുടെ സമയത്ത് ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. മുൻ തലമുറകൾ എൻ്റെ കാരണവന്മാരും മുൻ തലമുറയിൽപ്പെട്ടവരൊക്കെയാണ് അവർ പറഞ്ഞത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. അവരുടെ തലമുറയിൽ അവർ കേട്ട് വളർന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അന്നേരം ചെറിയ പള്ളിയായിരുന്നു. ആരും അതിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ ഈ ദേവാലയം പണിയുന്ന സമയത്താണ്, നമ്മൾ പുനരുദ്ധീകരിക്കുന്ന സമയത്താണ് ഈ കിണറിൻ്റെ പഴയ കിണറെന്ന് തോന്നിപ്പിക്കുന്ന കല്ലിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെടുത്തതും. അതായത് പഴയ ദേവാലയം പൊളിച്ചു കളഞ്ഞ് ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ഈ ഒരു പുതിയ ദേവാലയം പണി നടക്കുന്നതിനിടയിലാണ് ഈ ഒരു 1500-കളിൽ അല്ലേ 500 വർഷം പഴക്കമുള്ള ഈ ഒരു കിണർ കണ്ടെത്തിയത്. അതെങ്ങനെയായിരുന്നു ആ സമയത്ത്? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഞാനുണ്ടായിരുന്നു. പള്ളി പണിയുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ വികാരി ജോസഫ് മാളിയേക്കലച്ചനും പിന്നെ അന്നത്തെ കൈക്കാരന്മാരും പാരിഷ് കൗൺസിലൊക്കെ ഞങ്ങളിത് കണ്ടിരുന്നു. നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ പഴയ കല്ലിൻ്റെ കഷ്ണങ്ങൾ, ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതിൽ കണ്ടിരുന്നു. പക്ഷേ അത് സംരക്ഷിക്കാൻ പറ്റിയ തക്ക രീതിയിലായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ കാരണം അത് അങ്ങനെ നിലനിർത്താൻ, കാരണം പള്ളി പണിത് പകുതി വഴി തറയൊക്കെ കെട്ടണതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കിണർ മാത്രമായിട്ട് സംരക്ഷിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമുക്ക് പള്ളി പണിതതിനൊപ്പം ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു കിണർ നമുക്ക് കെട്ടി സംരക്ഷിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ഈ പള്ളിയുടെ താഴെ തന്നെ ഇത്തരത്തിലൊരു അണ്ടർഗ്രൗണ്ട് രീതിയിൽ ചെയ്തു. ആ ഒരു കിണർ അതേപോലെ ഈ കിണർ ഇപ്പോഴും ഒരുപാട് പേര് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഒരുപാട് പേര് രോഗസൗഖ്യത്തിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ കിണറിലെ വെള്ളം രോഗസൗഖ്യത്തിനായിട്ടും ഇപ്പോഴും മാമോദീസ മുക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇപ്പോഴും ആ ഫ്രാൻസിസ് സേവ്യറിന്റെ ആ ഓർമ്മ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് മാമോദീസ ഇപ്പോഴും എല്ലാ മാമോദീസ ഇവിടെ നടത്തുന്നത്. ഒരുപാട് പേര് ജലം വന്ന് കുടിക്കലുണ്ട്. ഒരുപാട് തീർത്ഥാടകർ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത്. കാരണം അന്ന് കാലത്ത് എനിക്ക് തോന്നുന്നു ലത്തീൻ ക്രൈസ്തവരോട് ഇല്ല, അങ്ങനെയാണോ? അതല്ല, ലത്തീൻ ക്രൈസ്തവർ വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ശേഷമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും പോർച്ചുഗീസ് മിഷണറിയുടെയും സ്വാധീനം കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ലത്തീൻ ക്രൈസ്തവർ. അതിനു മുമ്പ് ഫ്രാൻസിസ് സേവ്യർ അന്ന് 1500-കളിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത്. മാർത്തോമാ ക്രൈസ്തവർ ആണ് അവർ ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ്. ഇവരുടെ ആചാരങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചില രേഖകളിൽ നമ്മൾ കാണാനായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്യൂട്ട് മിഷണറി തന്നെ ഒരു സ്ഥാപനം തന്നെ പ്രസ്സും സെമിനാരി എല്ലാം പിന്നീട് അവർക്ക് ചെയ്യാനുണ്ടായ കാരണം തന്നെ ഇവിടുത്തെ ക്രൈസ്തവരുടെ സ്വാധീനം കൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു സമ്പാളൂർ ദേവാലയം ഒരു ചാലക്കുടി പുഴയുടെ തീരത്താണ് അല്ലെ? അന്ന് ഫ്രാൻസിസ് സേവ്യർ വന്നത് കൊച്ചിയിൽ നിന്ന്
പായ്ക്കപ്പൽ വഴി ഈ ഒരു പുഴയിലൂടെ കൊടുങ്ങല്ലൂർ വഴിയാണ് ഈ ഒരു സമ്പാളൂർ പള്ളിയുടെ തൊട്ട് പിന്നിലായിട്ടാണ് ആ ചാലക്കുടി പുഴ ഒഴുകുന്നത്. അപ്പം അത്തരത്തിൽ അവിടെ നിന്നാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നത്. 3 പ്രാവശ്യം അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തി. ഈ ഒരു സമ്പാളൂർ നാടിനെ കുറിച്ച് വളരെ ഈ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാമോദിസ മുക്കുന്നത് ഇത് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യം ലഭിച്ചൊരു കാര്യമാണ്. കാരണം ആദിമ ക്രൈസ്തവർക്ക് ഫ്രാൻസിസ് സേവർ മാമോദിസ നൽകിയിരുന്ന അതേ കിണറിൽ നിന്ന് അതേ വെള്ളത്തിൽ നിന്ന് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് ആദ്യമായി മാമോദിസ നൽകുന്നു എന്നുള്ളതും വളരെ മഹനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഒരു വേനലിലും ഈ ഒരു കിണർ പറ്റില്ല അല്ലേ? കഴിഞ്ഞ 9 വർഷമായിട്ടും ഇതുവരെ ഒരിക്കൽ പോലും വെള്ളം പറ്റിയിട്ടില്ല. രോഗസൗഖ്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ലഭിക്കുന്നു, ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്. ഇന്നു കൂടെ ഒരാൾ അതിരപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന ആളുടെ ആർക്കും പെങ്ങൾക്ക് മകൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവർക്ക് ആ കുട്ടിക്ക് പറ്റാനായിട്ട് ആ ചേട്ടന് വെള്ളം വന്ന് കൊണ്ടുപോയി അതിരപ്പള്ളി ഭാഗത്ത്. അപ്പോൾ അതാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും എന്താ പറയുക അനുഗ്രഹീതമായ ഒരു കിണർ. അത് ഈ ദേവാലയത്തിൻ്റെ കീഴിൽ തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. സമ്പാളൂർ ഇപ്പോൾ കാണുന്ന ആ ഒരു പുതിയ ദേവാലയത്തിൻ്റെ പഴയ ഒരു ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരൊറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ കാണുന്നതാണ് 1500കളിൽ ഇവിടെ ഉണ്ടായിരുന്ന ദേവാലയം. അത് മുള കൊണ്ടുണ്ടാക്കിയ ഒരു ദേവാലയമായിരുന്നു. ഇവിടെയാണ് ഫ്രാൻസിസ് സേവർ വന്നപ്പോൾ ഉണ്ടായിരുന്നത് എന്നതാണ് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ചിത്രകാരൻ്റെ ആ ഒരു സങ്കല്പത്തിൽ വരച്ചെടുത്തതാണ്. അന്ന് ഉണ്ടായിരുന്ന ആ ഒരു മുള വെച്ചും ഉണ്ടായിരുന്ന ദേവാലയവും ഒപ്പം അതിന് തൊട്ടു മുമ്പിലായിട്ട് ഒരു കിണറും. ആ കിണർ നമ്മൾ മുൻപ് 1500കളിൽ പണിത ആ ഒരു പഴക്കം ചെന്ന കിണർ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രീകരണം ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ നിർമ്മിച്ചാണ്. പിന്നീട് 1600കളിൽ ജസ്യൂട്ട് വൈദികർ ഇവിടെ എത്തുകയാണ്. കൊച്ചിയിൽ നിന്നും അവർ ഡച്ചുകാരുടെ അധിനിവേശത്തെ തുടർന്ന് ഇവിടെ സമ്പാളൂർ എത്തുകയും തുടർന്നാണ് അവർ ഇതിനെ സാൻ പോൾ ഊർ എന്ന തലത്തിലേക്ക് ഉയർത്തുകയും സെയിൻറ്റ് പോൾ സെമിനാരി, സെയിൻറ്റ് പോൾ പ്രസ് ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അവർ പണിത ഒരു വലിയൊരു ദേവാലയമാണ് ഈ കാണുന്നത്. ഈ ഒരു ദേവാലയത്തിൻ്റെ ചരിത്രശേഷിപ്പുകളാണ് നേരത്തെ നമ്മൾ ഖനനം ചെയ്തെടുത്തെന്ന് കണ്ടത്. അത് ഈ ഒരു ദേവാലയമാണ്. സെയിൻറ്റ് പോളിൻ്റെ നാമധേയത്തിലാണ് ഈ ഒരു ദേവാലയം പണിതത്. ഇവിടെയാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോയും അതോടൊപ്പം തന്നെ ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബെസ്കിയും വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ പോകുന്ന ബെസ്കിയും എല്ലാം ബലി അർപ്പിച്ചിരുന്ന ആ ദേവാലയവും അതിൻ്റെ അൾത്താരയും നമ്മൾ കണ്ടത് ഈ ദേവാലയത്തിനാണ്. പിന്നീട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു ഈ ഒരു ദേവാലയം പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് 1800കളിലാണ് അതിനുശേഷം ഇവിടെ സംഭവിച്ചത്. ഇത് മാർത്തോമക്കാരുടെയും ലത്തീൻ കൂനങ്കൂർ സത്യത്തെ തുടർന്ന് രണ്ടായിട്ട് വിഭജിക്കുകയും വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ അന്ന് വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിൽ നിന്നാണ് പിന്നീട് ഒരു ചെറിയൊരു ദേവാലയം ടിപ്പു സുൽത്താൻ നശിപ്പിച്ചെടുത്ത് ഇപ്പോൾ ഇവിടെ പണിതിരിക്കുന്നത്. ആ ദേവാലയത്തിൻ്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനും ശേഷം ഇപ്പോൾ 3ാമത്തെ ദേവാലയമായി ഈ ഒരു സമ്പാളൂർ എന്ന് പറയുന്നത്. ഈ ഒരു 3ാമത്തെ ദേവാലയത്തിന് ശേഷം പിന്നീട് പണിതൊരു ദേവാലയമാണ് ഈ കാണുന്നത്. ഇത് 4ാമത്തെ ദേവാലയമാണ്. വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ദേവാലയം മാറ്റി ഇപ്പോൾ പുതിയൊരു ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ചരിത്ര ശേഷിപ്പുകളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പിന്നീട് വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിൽ സ്ഥാപിച്ച ഈ ഒരു ദേവാലയത്തിൻ്റെ അൾത്താര ഇപ്പോഴും ഇവിടെ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് 1862 വരാപ്പുഴ വികാരി അപ്പോസ്തലികയായിരുന്ന ബെർണദീസ് തിരുമേനിയുടെ കൽപ്പന പ്രകാരം അന്ന് ഫ്രാൻസിസ് സേവർ വന്ന പാദസ്പർശനമേറ്റ ആ മണ്ണിൽ അന്നുണ്ടായിരുന്ന ദേവാലയം, പിന്നീട് ജസ്യൂട്ട് വൈദികർ നിർമ്മിച്ച ദേവാലയം, അതിനുശേഷം
ആ ദേവാലയം ടിപ്പു നശിപ്പിച്ചു. അതിനുശേഷം പണിത ദേവാലയമാണ് ഈ കാണുന്നത്. ആ ഒരു മണ്ണും ആ അൾത്താരയും അതേപോലെ തന്നെ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. അന്ന് ഉണ്ടായിരുന്ന അൾത്താരയുടെ ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ അൾത്താരയുടെ രൂപങ്ങൾ, രൂപക്കൂടുകൾ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഈ കേരളത്തിലെ വിശുദ്ധ പൗലോസ് ലീഹായുടെ നാമധേയത്തിലുള്ള ഒരു നാട് സെൻറ്റ് പോൾ ഊർ, അതാണ് സമ്പാളൂർ. ആ സമ്പാളൂരാക്കിയത് അത് ഒറ്റയടിക്ക് നമുക്കാണെങ്കിൽ ഈ ഒരു ചിത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. അന്ന് 1662കളിൽ ഈശോ സഭ വൈദികർ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു നാടിനെ ഇവിടെ സമ്പാളൂരാക്കിയത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ സെയിൻറ്റ് പോൾ ദേവാലയം ഇവിടെയുണ്ട്. അതിന് തൊട്ട് ഇവിടെയായിട്ട് വിശുദ്ധ സെൻറ്റ് പോൾ മൊണാസ്ട്രി ഇവിടെയുണ്ട്. ഒപ്പം സെയിൻറ്റ് പോൾ സെമിനാരിയുണ്ട്. അതോടൊപ്പം തന്നെ സെയിൻറ്റ് പോൾ പ്രസ്. അങ്ങനെ അച്ചടിയും അതോടൊപ്പം തന്നെ ആശ്രമം, ദേവാലയം, അതുപോലെ തന്നെ സെയിൻറ്റ് പോൾ സെമിനാരി, ഈ 4 പ്രധാന ഇതും കൂടി ഉൾപ്പെടുന്ന ഒരു നാട് സെൻറ്റ് പോൾ ഊർ, അതായത് വിശുദ്ധ പൗലോസിൻ്റെ നാട്. അങ്ങനെ അത് സമ്പാളൂരായി പിന്നീട് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ ഈ മണ്ണിൽ എഴുതിയ അധ്യായം അത് വളരെയധികം വലുതാണ്. കേരളത്തിൻ്റെ സാഹിത്യത്തിൽ വളരെ സംഭാവന നൽകിയ ജർമ്മൻ പുരോഹിതനായ ഫാദർ അർണോസ് പാതിരി ഈ മണ്ണിലാണ് പഠിച്ചതും വൈദികനായതുമെല്ലാം. അദ്ദേഹമാണ് പുത്തൻപാന രചിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ അച്ചടി രംഗത്ത് ആദ്യമായി അച്ചടി പ്രസ് ഉണ്ടായിരുന്നത് അത് ഈ ഒരു മണ്ണിലാണ്. നമുക്കറിയാം, ജസ്യൂട്ട് വൈദികർ ഇവിടെ ആരംഭിച്ച സെയിൻറ്റ് പോൾ പ്രസ്. അമ്പഴക്കാട് പ്രസ് എന്നറിയപ്പെടുന്ന ആ അച്ചുകൂടത്തിൽ നിന്നാണ് ആദ്യമായി മലയാള അക്ഷരത്തിൽ അച്ചടി മഷി പുരണ്ടത്. ആ പഴമയുടെ ചരിത്രം വിളിച്ചോതുന്ന വലിയൊരു മ്യൂസിയവും ഈ ദേവാലയത്തിൽ ചേർന്ന് ഉണ്ട്. പണ്ടത്തെ ആ 1500കളിൽ മുതലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും ഇന്നും ഈ ദേവാലയത്തിൽ ഇവിടെ സൂക്ഷിക്കുന്നു. അതിൻ്റെ ഒരു മഹനീയ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ പഴയ വസ്തുക്കൾ അല്ലേ, ഇതൊക്കെ എവിടെ നിന്നാണ് ശേഖരിച്ചത്? ഇതിലെ പല വസ്തുക്കളും നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും പള്ളിയിൽ നിന്നും കിട്ടിയ പല വസ്തുക്കളാണ്. ഇത് 2 ഉദ്ദേശമാണ് മ്യൂസിയത്തിനുണ്ടായത്. ഒന്ന്, ചരിത്രപരമായ പഴയ വസ്തുക്കൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനും സമ്പാളൂരിൻ്റെ ചരിത്ര പ്രാധാന്യം വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനുമാണ് നമ്മൾ ഈ മ്യൂസിയം ഈ പഴയ മര ഉരൽ അല്ലേ ഇടിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കൃഷിയിടങ്ങളിലാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കാണാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അവർക്കും കൂടി ഒന്ന് കണ്ട് എനിക്ക് തോന്നുന്നു പഴയ ക്ലോക്ക് ഉണ്ട്. ഒപ്പം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ കുർബാന. പണ്ട് കാലങ്ങളിൽ വൈദികര് പുറത്തേക്കൊക്കെ പോകുമ്പോൾ വിശുദ്ധ കുർബാന കൊണ്ടുപോയിരുന്ന വിശുദ്ധ കുർബാന വാഹക പെട്ടി, അത് വളരെ മനോഹരമാണ്. ഒരു കുരിശും തിരിയും എല്ലാം എത്തിക്കാനുള്ള സ്റ്റാൻഡ് എല്ലാം ഉണ്ട് പെട്ടി. അത് പഴയ കാലങ്ങളിൽ, ഇന്ന് നമുക്കത് കാണാൻ സാധിക്കില്ല. മറ്റ് പിന്നീട് വരുന്നത് എനിക്കൊന്ന് പഴയ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഓർഗണാണ്. ഇത് പണ്ട് കാലങ്ങളിൽ എണ്ണയാട്ടുന്ന ചക്ക്, അതിൻ്റെ കുറേ ഭാഗം ദ്രവിച്ചു പോയി. പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഭരണികൾ, പഴയകാല വൈദികർ ഉപയോഗിച്ചിരുന്ന കുർബാന ഉടുപ്പുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം ടിപ്പു സുൽത്താൻ ഈ ഒരു ദേവാലയവും ഇവിടുത്തെ വിശ്വാസികളെല്ലാം ആക്രമിക്കുന്നതാണ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഒരു ഉരുണ്ട. ഇതിനെക്കുറിച്ച് ചേട്ടനൊന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ടിപ്പു സുൽത്താൻ്റെ പടയോട്ട സമയത്ത് ഇവിടുന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് വീട് പണിയുമ്പോഴും
കിണർ കുഴിക്കുമ്പോഴും പല ആളുകൾക്കായി ലഭിച്ച ടിപ്പുവിൻ്റെ കാലത്തെ വെടിയുണ്ടകളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ഒരു ദേവാലയം നശിപ്പിച്ചത് പോലും ഈ ഒരു വെടിയുണ്ടകൾ വഴി എല്ലാമാണ് പഴയ ദേവാലയം നശിച്ചു പോയത്. അത്തരത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. ആ ഒരു പഴമ അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട് തന്നെ, അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യം, സാമ്പാളൂരിൻ്റെ ചരിത്ര പ്രാധാന്യം അത് വിളിച്ചോതുന്ന ഒരുപാട് വസ്തുക്കൾ ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഇവിടെ കുറേ പഴയ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരു കയ്യെഴുത്ത് പ്രതി അല്ലെങ്കിൽ പുസ്തകമാണ് ഈ കാണുന്നത്. ഇത് ഫാദർ ജോസഫ് കോൺസ്റ്റന്റ് ബെസ്കിയുടെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ വീര മാമുനിവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി, അദ്ദേഹത്തിൻ്റെ അതേ കൈയക്ഷരത്തോടു കൂടിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലോക പ്രശസ്തമായ ഒരു തേമ്പാവനി എന്ന കൃതിയുടെ കയ്യെഴുത്ത് പ്രതിയാണ്. എന്തിനെ കുറിച്ചുള്ള വിശുദ്ധ ഔസേപിതാവിനെ കുറിച്ചിട്ട് ഒരു പദ്യം രൂപത്തിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ്. പ്രത്യേകിച്ച് ഒരു വിദേശ പണ്ഡിതൻ, വിദേശി തമിഴ് ഭാഷയിൽ ഇന്നും അനേകർ റിസർച്ച് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ് ഈ തേമ്പാവനി എന്ന പദ്യം. വിശുദ്ധ ഔസേപിതാവിന് അത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അതേ കയ്യെഴുത്ത് പ്രതിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സമ്പാളൂരിന് മറ്റൊരു പേരുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അത് കേരളത്തിലെ ഗോവ എന്ന രീതിയിലാണ്. കാരണം അത് ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സാന്നിധ്യം തന്നെയാണ്. അത്തരത്തിലൊരു ആംഗ്ലോ ഇന്ത്യൻ ഗാലറിയാണ് എൻ്റെ പുറകിലുള്ളത്. നമ്മുടെ കൂടെയുള്ള ആഷ്ലി ചേട്ടൻ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളാണ്. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആംഗ്ലോ ഇന്ത്യൻ എന്തുകൊണ്ടാണ് ഇവിടെ സമ്പാളൂരിൽ ഒരു മിനി ഗോവ എന്നൊരു പേര് വന്നതും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കുമോ? ഇവിടുത്തെ ഈ സമ്പാളൂര് നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇവിടെ പോർച്ചുഗീസ് മിഷണറിമാരുടെ പിൻതലമുറക്കാർ ഇവിടെ സെറ്റിൽ ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ്, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിൽ 97% ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മുടെ സംസ്കാരമായിട്ട്, ഇപ്പോഴത്തെ സംസ്കാരമായിട്ട് കലർന്നതിൻ്റെ പേരിൽ പഴയ ആൾക്കാർക്ക് ഒരു വേറിട്ട ഒരു കൾച്ചർ തന്നെ നിലനിന്നിരുന്നു. ഏകദേശം എത്ര വർഷം പുറകു വരെ? ഏകദേശം എൻ്റെ മാതാപിതാക്കന്മാരും ഒക്കെ മുന്നത്തെ തലമുറയൊക്കെ ആ ഒരു കൾച്ചർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പഴയ നാടായിട്ട് കൂടി ഇടപഴകി ആ പഴയ വസ്ത്രധാരണത്തില്, ഭക്ഷണത്തില് ഒക്കെ വ്യത്യാസമുണ്ട് അല്ലെ? ഈ കാണിച്ചിരിക്കുന്നതും അത്തരത്തിലുള്ളതാണോ? അതെ, ആംഗ്ലോ ഇന്ത്യൻസിന് ടിപ്പിക്കൽ ആയിട്ടുള്ള കുറച്ച് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. അതേതൊക്കെയാണ്? അതാണ് ഇവിടെ ബിബിങ്ക. നമുക്ക് ഗോവയിൽ ഇപ്പോഴും നമുക്ക് ബിബിങ്ക, പിന്നെ പെന്തിപ്പരുത്തി, നമ്മൾ അതൊക്കെ ടിപ്പിക്കൽ ആംഗ്ലോ അതെ. കൽക്കൽസ് നമ്മൾ പറയും, നമ്മുടെ അരിയുടെയും ചീട അല്ലെ? അതെ, ചീട. പിന്നെ സൗലീനി, അത് അവരുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ ഫുഡ്സ്. അന്നത്തെ സ്പെഷ്യലൈസ് ഇത് അത്ര പാത്രങ്ങളായിരിക്കും, പഴയ പാത്രങ്ങൾ. പിന്നെ വൈൻ ഗ്ലാസും അവരുടെ കല്യാണമൊക്കെ ഒരു പ്രത്യേകതയുള്ളതാണ്. അവരുടെ കല്യാണവും ഇപ്പോ വളരെ കോമൺ ആണ്. അതാണോ ഈ കാണുന്ന വിവാഹ വസ്ത്രങ്ങളും പിന്നെ ബ്രൈഡ്സ് മെയ്ഡും ഫ്ലവർ ഗേളും പേജ് ബോയും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. നിർബന്ധമായിരുന്നു. ഇത് എനിക്കൊരു വസ്ത്രധാരണം, ഇത് പലപ്പോഴും ഞാനും എൻ്റെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഒരു വസ്ത്രധാരണം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് അമ്മച്ചിമാരൊക്കെ ഈ ഒരു വസ്ത്രധാരണം അവർ കീപ്പ് ചെയ്തിരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ മുണ്ടും കവയും വളരെ യുണീക്കാണ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സീനിയർ ആയിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഒരു തുണിയും കവായും. ഇതാണോ ഈ വസ്ത്രധാരണം? ഇതുകൊണ്ട് തന്നെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു 97% ഈ ദേവാലയത്തിൽ ആംഗ്ലോ ഇന്ത്യൻസിന്റെ കഴിയുന്നത്ര പേര് ഭക്ഷണതലത്തിലും കല്യാണത്തിലും ഒക്കെ ഈ ആ ഒരു കൾച്ചർ കീപ്പപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അത് പോർച്ചുഗീസുകാരുടെ പിൻതലമുറക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോർച്ചുഗീസുകാരാണ് ഈ ഒരു ദേവാലയവും ഈ ഒരു നാടും ഒക്കെ രൂപപ്പെടുത്തിയത്. പോർച്ചുഗീസിന്റെ അന്ന് പോർച്ചുഗീസിലും ഈശോസഭയുടെ ഒരു ബേസ് അവിടെയാണ് അവരുടെ ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നാണ് അവർ ജെസ്യൂട്ട് മിഷണറിമാർ പോർച്ചുഗീസിൽ നിന്ന് ഇവിടുന്ന്
ഇവിടെ വന്ന് കൊച്ചിയിലുണ്ടായിരുന്നവർ ഇവിടെ വന്ന് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ അവരൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും ചെയ്തു. കല്ലുകളിൽ കൊത്തിയ ചരിത്രവും മണ്ണിൽ അലിഞ്ഞു ചേർന്ന പുണ്യാത്മാക്കളുടെ പ്രാർത്ഥനകളുമെല്ലാമാണ് ഈ സമ്പാളൂരിനെ വ്യത്യസ്തമാക്കുന്നത്. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം മാത്രമല്ല, കേരളത്തിൻ്റെ അച്ചടി ചരിത്രത്തിൻ്റെയും ഒപ്പം ഭാഷാ ചരിത്രത്തിൻ്റെയും വലിയൊരു ഏട് ഈ ഒരു മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്താണ് സമ്പാളൂർ എന്ന് പറയുന്ന ഈ ഒരു നാടുള്ളത്. ചാലക്കുടി, അന്നനാട്, കാടുകുറ്റി വഴി സമ്പാളൂർ നമുക്കെത്താം. ഒപ്പം നമുക്ക് മാള, അഷ്ടമിച്ചിറ വഴിയും ഈ സമ്പാളൂരിൻ്റെ മണ്ണിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതുവഴി പോകുന്നവരെല്ലാം ഈ ഒരു സമ്പാളൂർ ദേവാലയത്തിലേക്ക് എത്തുകയും ഈ ഒരു ചരിത്ര മണ്ണിൽ കാലുകുത്തി പ്രാർത്ഥിക്കുകയും ഈ ക്രൈസ്തവ ചരിത്രം, ആദിമ ചരിത്രം അത് അനുഭവിച്ച് തന്നെ അറിയുകയും വേണമെന്ന് പറയുകയാണ്. എന്തായാലും ഈ ഒരു ദേവാലയത്തിൻ്റെ ചരിത്രം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൻ്റെ ചരിത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.